Dear students, very good morning all. All are welcome to Business Management Classroom. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അപ്പോൾ ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻസ് ഏത് തരത്തിലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ മാനേജ്മെൻറ്റിന് ഒത്തിരി പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതായത് മാരി പാർക്കർ ഫോളറ്റ്, ദെൻ എൽട്ടൺ മായോ, അതുപോലെ തന്നെ ഡഗ്ലസ് മാക്ഗ്രിഗോർ. ഈ 3 പേരുടെയും കോൺട്രിബ്യൂഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 3 മെമ്പേഴ്സും മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് വിഭാഗത്തിലാണ് ഇവരുടെ സ്ട്രെസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. Yes, let's go. Contributions of Mary Parker Follett. മാനേജ്മെൻറ്റിന് മാരി പാർക്കർ ഫോളറ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഷി വാസ് ബോൺ 1868 ഇൻ ബോസ്റ്റൺ USA. ഇപ്പോൾ USA ജനിച്ചിട്ടുള്ള, അതായത് ബോസ്റ്റൺ എന്ന് പറയുന്ന നഗരത്തിൽ ജനിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭയായ വനിതയാണ് ആര്? മാരി പാർക്കർ ഫോളറ്റ്, 1868. Then their contributions, that means relating to the management, their contributions on functional authority, coordination, leadership, controlling and handling conflicts. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ്, അതുപോലെ നല്ല ഒരു മോട്ടിവേഷൻ ടെക്നിക്സ്, ദെൻ അതുപോലെ നല്ലൊരു കൺട്രോളിങ് ആക്ടിവിറ്റീസ്, ദെൻ കോൺഫ്ലിക്ട്സിനെ ഹാൻഡിൽ ചെയ്യുവാനുള്ള റെമഡീസ്, ദെൻ ഗുഡ് ലീഡർഷിപ്പ് പ്രോസസ്സ്, ഒരു അതോറിറ്റി, അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട്, അതുപോലെ വെൽ എക്യുപ്പേർഡ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതുപോലെ നല്ല ഒരു ലീഡർ, ദെൻ അതുപോലെ ഒരു ഫോളോവേഴ്സും ഒരു ടീം ഉണ്ടായിരിക്കണം, അതുപോലെ വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് പ്രോസസ് ആൻഡ് ഹാൻഡ്ലിങ് കോൺഫ്ലിക്റ്റ്. ഇതാണ് മേജറായിട്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഈ മാരി ഫോളറ്റ് നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ കൃത്യമായി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു പവർ അതിനകത്ത് ഉണ്ടാവണം, അതുപോലെ ഒരു കോർഡിനേഷൻ, ദെൻ ലീഡർഷിപ്പ് ആൻഡ് കൺട്രോളിങ് ആൻഡ് ഹാൻഡ്ലിങ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയുടെ, അതായത് important contribution in the field of functional authority, then coordination, leadership, controlling and conflict handling. അപ്പോൾ എങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോളിങ് ഇവന്റ് നടത്താം, എന്താണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കണം ഒരു കോർഡിനേഷന്, ദെൻ എന്തായിരിക്കണം ഒരു ഫങ്ഷൻ അതോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഏരിയയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ഫോളറ്റ് ഒരു കോൺട്രിബ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ her famous book ക്രിയേറ്റീവ് എക്സ്പീരിയൻസ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഫോളറ്റ്, ദ ബേസിക് പ്രോബ്ലം ഓഫ് എനി ഓർഗനൈസേഷൻ, ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ or non-profit organization, then anyway the major problems or the basic problem of any organization was harmonization and coordination. ഹാർമോണൈസേഷനും കോർഡിനേഷനുമാണ് ഏതൊരു ബിസിനസ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിൽ ഹാർമോണൈസേഷനും കോർഡിനേഷൻസും ഉണ്ടാകുന്നത്? ദാറ്റ് മീൻസ് ടു അച്ചീവ് ഓർ കംപ്ലീറ്റിംഗ് ദർ ടാസ്ക്. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ഓർഗനൈസേഷനുള്ള, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനുള്ള, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുള്ള, അല്ലെങ്കിൽ ബിസിനസ് ഓർ നോൺ ബിസിനസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ അതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്, അതായത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന എഫേർട്ട്,
ആ എഫേർട്ടിൻ്റെ ഹാർമോണൈസേഷനും അതുപോലെ അതിൻ്റെ കോഓർഡിനേഷനുമാണ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്നുള്ളതാണ് ആര് കണ്ടെത്തിയിട്ടുള്ളത്? ഈ പറയുന്ന ഫോളറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ബിസിനസ് യൂണിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. ഈ റീസൺസ് ഒക്കെ കടന്നു വരുന്നത് ഏത് ഏരിയയിലൂടെയാണ്? ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു വർക്കറുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഹാർമോണൈസേഷൻ പ്രോസസ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് അറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്? ഈ ഫോളറ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഷീ അഡ്വോക്കേറ്റഡ് ഡോമിനേഷൻ, കോംപ്രമൈസ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് മെത്തേഡ്സ്. ഇപ്പോൾ ഒരുപാട് ഇൻ്റഗ്രേഷൻ മെത്തേഡുകൾ, അതുപോലെ ഒരുപാട് കോംപ്രമൈസ്. ഇപ്പം നമ്മളൊക്കെ പറയല്ലോ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷൻ, അതുപോലെ ഒരു വേർതിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു പോകുന്ന സെപ്പറേറ്റ് പാർട്ടായിട്ട് പോകുന്നതിന് ഇൻ്റഗ്രേഷൻ നടത്തിക്കൊണ്ട് കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അതുപോലെ ഡൊമിനേഷൻ. അപ്പോൾ ഡൊമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ എത്തുന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേഷൻ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഫോർ ഹാൻഡ്ലിങ് കോൺഫ്ലിക്ട്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം. ദെൻ അതല്ല ഏതെങ്കിലും ഇൻ്റഗ്രേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇൻ്റഗ്രേഷൻ മെത്തേഡുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്താണ്? ഈ ഫോളറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയാം നമുക്ക്. ദാറ്റ് മീൻസ് ഷീ അഡ്വക്കേറ്റഡ് ഡോമിനേഷൻ, കോംപ്രമൈസ് ആൻഡ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ഇൻ ഹാൻഡ്. അതായത് ഓരോരോ സിറ്റുവേഷന് ഓരോ സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ ഫോളോറ്റിൻ്റെ അഭിപ്രായം. ദെൻ പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു മെയിൻ പാർട്ടാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല ഒരു ലീഡർ അയാൾക്ക് ഒത്തിരി ഫോളോവേഴ്സും ഉണ്ടായിരിക്കണം. ദെൻ അക്കോർഡിംഗ് ടു ഹർ ദ ലീഡർ ഷുഡ് ബി ഏബിൾ ടു സെക്യൂർ ഇന്റർപെനട്രേഷൻ വിത്തിൻ ദ ഗ്രൂപ്പ്. ഇന്റർപെനട്രേഷൻ അതായത് ഒരു എന്താ പറയുക ആളുകൾക്കിടയിൽ, അതായത് ഒരു പാർട്ടിസിപ്പേറ്റീവ് മോഡലായിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ ഫോളറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ലീഡർക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള അതോറിറ്റി ഇല്ല. ഒരു ലീഡർക്ക് അതോറിറ്റി കടന്നു വരുന്നത് എപ്പോഴാണ്? അയാൾ ഒരു ഗ്രൂപ്പിനകത്താകുമ്പോഴാണ്. അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾക്ക് അതോറിറ്റി കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു അതോറിറ്റിയെ, ദാറ്റ് മീൻസ് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതോറിറ്റീനെ അല്ലെങ്കിൽ ആ പവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തിരിക്കണം? ഇന്റർപെനട്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ പ്രോബ്ലത്തിനെയും അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു പാറ്റേൺ ഒരു ലീഡർ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന ഫോളറ്റിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ he should take orders. That means a leader can take orders from the situations. ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ലീഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാം. അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം, പ്രിൻസിപ്പിൾസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അതൊക്കെ ഒരു ലീഡർക്ക് ചെയ്യാം. ദ ലീഡർ ഷുഡ് ഹാവ് അതോറിറ്റി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹിസ് പേഴ്സണൽ അതോറിറ്റി. അതെന്തല്ല, അയാളുടേതായ ഒരു പേഴ്സണൽ അതോറിറ്റി ആവരുത്. അത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ജോബ് അല്ലെങ്കിൽ ടാസ്ക് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു അതോറിറ്റി ആയിരിക്കണം ഈ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഫാക്ടേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തതിലൂടെ ഈ പറയുന്ന മാരി പാർക്കർ ഫോളറ്റ് ഒരു 4 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട്. ഇപ്പോൾ ഹെൻറി ഫൈവോള് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് 14 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ ഈ
മാരി പാർക്കർ ഫോളറ്റ് എന്ത് ചെയ്തു 4 പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഏതൊക്കെയാണ് മാരി പാർക്കർ ഫോളറ്റിന്റെ 4 പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്പർ 1, ഡയറക്റ്റ് കോണ്ടാക്ട്. That means direct contact in between top level management, lower level management, middle level management and the workers. അപ്പോൾ നല്ല ഒരു ബന്ധം, ഒരു കോണ്ടാക്ട് എന്തുണ്ടാവണം? അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് ഫ്ലുവൻ്റ് ആയിട്ട് റൺ ചെയ്തു പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു മാനേജ്മെന്റ് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട് നമ്പർ 1. ദെൻ നമ്പർ 2, പ്രിൻസിപ്പിൾസ് ഓഫ് ഏർലി സ്റ്റാർട്ട്. നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് പ്ലാനിങ് പ്രോസസ്, ഓർഗനൈസിങ് പ്രോസസ്, ദെൻ സ്റ്റാഫിംഗ് പ്രോസസ്, ഡയറക്റ്റിംഗ് പ്രോസസ്, കോർഡിനേഷൻ, കൺട്രോളിങ്, അങ്ങനെയുള്ള മാനേജ്മെന്റിന്റെ ഓൾ പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നതിൽ, അതായത് ഇവിടെ കൺട്രോളിങ്ങിന്, ഇവിടെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നില്ല, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പറയുന്നില്ല, സ്റ്റാഫിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നില്ല. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? കോർഡിനേഷനും ലീഡർഷിപ്പും കൺട്രോളിങ് ആക്ടിവിറ്റീസും ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫാക്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ, ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ, ഒരു കൺട്രോളിംഗ് പ്രോസസ് ഉണ്ടാവണമെങ്കിൽ, ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്സ്. ദാറ്റ് മീൻസ് ബിഗിൻസ് വിത്ത് പ്ലാനിങ് ഇൻ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് ഏതിന് ഈക്വലായി? ഫയോളിന്റെ പ്രിൻസിപ്പിൾസിന് ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ദാറ്റ് മീൻസ് ടു ക്രിയേറ്റ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പും കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് പ്രോസസ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. അതായത് ഒരു എൻഡിങ് പ്രോസസ് ആവരുത്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സിന് സെയിം ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? അത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് പോകണം. അപ്പോഴാണ് നല്ല ഒരു മാനേജ്മെന്റിന് വെൽ ഓക്യുപ്പൈഡ് ആയിക്കൊണ്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ മാനേജ്മെന്റും കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മാരി പാർക്കർ ഫോളോട്ട്. നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അതായത് 1868 USA ബോസ്റ്റണിലാണ് പുള്ളിക്കാരി ജനിച്ചിട്ടുള്ളത്. ദെൻ പുള്ളിക്കാരിന്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ അതോറിറ്റി, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കൺട്രോളിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ്. ഈ പറയുന്ന ഏരിയയിലാണ് പുള്ളിക്കാരിന്റെ കോൺട്രിബ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്സ് ആണ് ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കാണ്. ഫേമസ് ബുക്ക്, ദാറ്റ് ഈസ് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ്. ദെൻ ഹാർമോണൈസേഷൻ ആൻഡ് കോഓർഡിനേഷൻ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ, അതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, ഏതുമാവട്ടെ. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാർമോണൈസേഷൻ അതുപോലെ കോർഡിനേഷൻ ഇല്ലാണ്ട് പോകുന്നതാണ്. അതായത് ഒരു ടാസ്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ വർക്കേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു പ്രോബ്ലമാണ് കോർഡിനേഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടേതായ ഡ്യൂട്ടീസ് ചെയ്തു, അവരവിടെ വെക്കുന്നു, അവർ പോകുന്നു. പക്ഷെ അതൊരു കോർഡിനേഷൻ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിലാണ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ഷീ അഡ്വക്കേറ്റ്സ് ഡോമിനേഷൻ, കോംപ്രമൈസ് ആൻഡ് ഇന്റഗ്രേഷൻ മെത്തേഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാൻഡ്ലിംഗ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേഷൻ മെത്തേഡുകൾ, ഡൊമിനൈസേഷന്, അതുപോലെ കോംപ്രമൈസ് എന്ന് പറയുന്ന ഫാക്ട് എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ലീഡർക്ക് പേഴ്സണലായിട്ട് എന്തില്ല? അതോറിറ്റി ഇല്ല. ഒരു ഗ്രൂപ്പിൽ വന്ന് ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ അയാൾക്ക് എന്തുണ്ടാവുക? അതോറിറ്റി ഉണ്ടാവുക. ദെൻ ലീഡർ ഷുഡ് ഏബിൾ ടു സെക്യൂർ എന്ത് ചെയ്യണം? ഇന്റർ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവർക്കിടയിൽ ആക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ അവരിൽ ഒരാളായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ലീഡർഷിപ്പ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്നാണ്. ഇതിൻ്റെ ഒക്കെ ഒരു അസംഷന്റെ ബേസിൽ 4 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്ന ഫോളോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്പർ 1 ഡയറക്റ്റ് കോണ്ടാക്ട്, അതായത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഏർലി സ്റ്റാർട്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓരോ പ്രോസസ്സിൻ്റെയും 1 to Z അല്ലെങ്കിൽ 1 to end വരെയുള്ള ഓൾ പ്രോസസ്സും
ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ റെസിപ്രോക്കൽ പ്രോസസ്, അതായത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് നടത്തിക്കൊണ്ട് റിസൾട്ട് എക്വയർ ചെയ്ത് വരണം. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്, ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് മാരി പാർക്കർ ഫോളറ്റിന്റെ കോൺട്രിബ്യൂഷൻ ടു മാനേജ്മെന്റ്. Yes, let's go. Next management thinker, George Elton Mayo. He is considered as the father of human relation movement. Human relation movement inde father aanu aare Elton Mayo. Then he was a professor in industrial research at Harvard University. Harvard University ile industrial research ile professor ആയിരുന്നു ആര്, എൽട്ടൺ മായോ. Then he is an American management thinker. ഒരു അമേരിക്കൻ മാനേജ്മെന്റ് തിങ്കർ ആണ്. ഇൻഡസ്ട്രിയൽ റിസർച്ചിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. ദെൻ അദ്ദേഹത്തെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ പയനിയേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഹ്യൂമൻ റിലേഷൻ ഓർ ദ ഹ്യൂമൻ ബീയിങ്സ് കൺസിഡേർഡ് ആസ് for an efficiency and productivity in an organization. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സയന്റിഫിക് മാനേജ്മെന്റ് പൈനിയേഴ്സ്, അതായത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പീരിയഡുകളിൽ ഹ്യൂമൻ ബീയിങ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു, ഫോർ ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. അവിടെയൊക്കെ എന്താണ്, ഒരു സ്ഥാപനത്തിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഉൽപാദന അളവ് എങ്ങനെ ആയിരിക്കണം, അത് എത്രമാത്രം ഉണ്ടാവണം. ദെൻ ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പൊ അവിടെ വർക്കേഴ്സിനെ മാക്സിമം ചൂഷണം ചെയ്യുന്നതിനുള്ള, എന്തിനു വേണ്ടിയിട്ടാണ് വർക്കേഴ്സിന് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഫോർ ദ ഡെവലപ്മെന്റ് ഓർ ദ എൻഹാൻസ്മെന്റ് ഓർ ദ ക്രിയേഷൻ ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജോർജ് എൽട്ടൺ മായോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ലാബേഴ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഓൺലി ദ പ്രൊഡക്ഷൻ ഓറിയന്റഡ് പ്രോഡക്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓറിയന്റഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഹ്യൂമൻ ബീയിങ്സിനെ ഓരോ ഓർഗനൈസേഷനിലും എന്ത് ചെയ്തിട്ടുള്ളത്, കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ എൽട്ടൺ മായോ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്തു, ഒരു ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഹോത്തോൺ എക്സ്പെരിമെന്റ്. അപ്പൊ ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള പീരിയഡ് 1927 to 32. 1927 to 32 പീരിയഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചിക്കാഗോയിലെ ഈ പറയുന്ന പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ, ചിക്കാഗോയിലുള്ള പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു ഹോത്തോൺ എക്സ്പെരിമെന്റ്സിന്റെ എയിംസ് അല്ലെങ്കിൽ മോട്ടീവ്? വാട്ട് ആർ ദ എയിംസ് ഓഫ് ഹോത്തോൺ സ്റ്റഡീസ് ഓർ ഹോത്തോൺ എക്സ്പെരിമെന്റ്സ്? അപ്പോൾ എൽട്ടൺ മായോ ആണ് ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ചിക്കാഗോയിലെ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പീരിയഡ് 1927 to 32 പീരിയഡിലാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ എയിംസ് ഓഫ് ഹോത്തോൺ സ്റ്റഡീസ് ഓർ ഹോത്തോൺ എക്സ്പെരിമെന്റ്? എന്തായിരുന്നു ഈ ഹോത്തോൺ സ്റ്റഡീസ് അല്ലെങ്കിൽ ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിൽ എൽട്ടൺ മായോയുടെ പ്രഥമമായ ലക്ഷ്യം എന്തായിരുന്നു? ദെൻ work environment, that means the study of work environment. The aim of study of work environment, fatigue, rest, hours of work, hours in the working week, monotony, then money incentives and leadership. അപ്പോൾ ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ്, ദെൻ മണി ഇൻസെൻറ്റീവ്, ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇൻസെൻറ്റീവുകളാണ് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മൊണോട്ടണി, മടി കാണിക്കുക. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വർക്ക് ചെയ്യുന്നവർ മടി കാണിക്കുന്നത്, അതുപോലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് അലംഭാവം ഉണ്ടാകുന്നത്. ദെൻ ഹവേഴ്സ് ഇൻ ദ വർക്കിംഗ് വീക്സ്, ഒരു വീക്കിൽ ഉള്ള വർക്കിംഗ് അവേഴ്സ് എത്ര ആണ്.
ദെൻ ഹവേഴ്സ് ഓഫ് വർക്ക്, ഒരു ഡേയിൽ എത്ര ഹവറാണ് വർക്ക് ചെയ്യേണ്ടത്. റെസ്റ്റ് ടൈം, എത്ര സമയമാണ് വർക്കേഴ്സിന് റെസ്റ്റ് ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഫറ്റീഗ്, ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, അപ്പോൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ടയേർഡായിട്ട് പോവുക. അപ്പോൾ എത്ര പേര് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഫാറ്റീഗ് ആവുന്നത് അല്ലെങ്കിൽ ടയേർഡ് ആവുന്നത്. ദെൻ വർക്ക് എൻവയോൺമെന്റ്, അവർക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് കണ്ടീഷൻസ് എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നുള്ളതായിരുന്നു ഹോത്തോൺ എക്സ്പെരിമെന്റിന്റെ അല്ലെങ്കിൽ ഹോത്തോൺ സ്റ്റഡീസിന്റെ മെയിൻ എയിം. അപ്പോൾ ഹോത്തോൺ സ്റ്റഡീസ് ആരാ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? എൽട്ടൺ മായോ. എന്നായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്? 1927 to 1932. എവിടെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ചിക്കാഗോയിലെ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കുറച്ച് അസിസ്റ്റൻസും കൂടി എന്തൊക്കെ ഫാക്ട് കൺസിഡർ ചെയ്തു? വർക്കേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഫാറ്റിക് എങ്ങനെയാണ്, ഇപ്പോൾ ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത്, റെസ്റ്റ് ടൈം എത്ര അവറാണ് അലോട്ട് ചെയ്തിരുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് റെസ്റ്റ് അലോട്ട് ചെയ്തിരുന്നത്, വർക്കിംഗ് വീക്കിലെ വർക്കിംഗ് ലോഡ് എങ്ങനെയാണ്, ഒരു ഡേയിലെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ ഫാക്ടറും. അപ്പോൾ എന്തൊക്കെ ഇൻസെൻറ്റീവ്സ് അവർക്ക് കിട്ടുന്നുണ്ട്, മൊണോട്ടണി എങ്ങനെയാണ് ഉള്ളത്, ഈ പറയുന്ന ഓൾ ഫാക്റ്റും എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റഡിക്ക് വിധേയമാക്കി. ഈ ഹോത്തോൺ എക്സ്പെരിമെന്റിലൂടെ അല്ലെങ്കിൽ ഈ ഹോത്തോൺ സ്റ്റഡീസിലൂടെ ജോർജ് എൽട്ടൺ മായോ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത് പഠിച്ചെടുത്തു. ദെൻ ഇങ്ങനെ ഈ ഒരു സ്റ്റഡിക്ക് വിധേയമായതിന് ശേഷം എന്ത് ചെയ്തു? ഒരു കോൺട്രിബ്യൂഷൻ അലോട്ട് ചെയ്ത് കൊടുത്തു. ആ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ത്? Human beings is considered as only techno-economic event of an organization. It should be changed. അപ്പോൾ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്യുന്നത്? ഫോർ ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ ടെക്നോ ഇക്കണോമിക് ആയിട്ടുള്ള ഫാക്ടിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. നിയർലി ചേഞ്ചസ് വരുത്തിയെങ്കിൽ മാത്രം, അതായത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ടെക്നോ ഇക്കണോമിക് ഫേമിന്റെ പ്രൊഡക്ടിവിറ്റി, ഫേമിന്റെ സെയിൽസ്, ഫേമിന്റെ ഗുഡ് വില്ല് അല്ലെങ്കിൽ ഫേമിന്റെ എഫിഷ്യൻസി ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും യന്ത്രങ്ങളെ പോലെ ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തു പോകുന്നു. അപ്പോൾ ആ ടെക്നോ ഇക്കണോമിക് ഇവന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ആളുകളെ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹോത്തോൺ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എൽട്ടൺ മായോ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ. ദെൻ സെക്കൻഡ് വൺ, ടു ക്രിയേറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോർമൽ ആയിട്ടുള്ള, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടു ലോവർ ലെവൽ മാനേജ്മെന്റ് ഓർ വർക്കേഴ്സ് ഓർ ഫോർമാൻ എനിവേ, ദെൻ അപ്പോൾ ഒരു ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ എന്തുണ്ടാവാൻ പോകുന്നില്ല? ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സെയിം ലെവലിൽ അല്ലെങ്കിൽ സിമിലർ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നില്ല? ഇന്റർ കണക്ഷൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർ കണക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർമൽ അല്ലാതെ ഇൻഫോർമൽ ആയിട്ട് വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കിട്ടേണ്ടി വരും? റെസ്റ്റ് അവർക്ക് കിട്ടണം, അതായത് റെസ്റ്റ് ടൈം അവർക്ക് കിട്ടിയിരിക്കണം. ദെൻ അതുപോലെ ഫാറ്റിക് ഉണ്ടാകുന്ന സമയം അവർക്ക് മാറി നിൽക്കാനുള്ളൊരു സമയം കിട്ടണം. അതുപോലെ ഹവേഴ്സ് ഇൻ ദ വർക്കിംഗ് വീക്ക്, വർക്കിംഗ് ലോഡിന്റെ അളവ് കുറവായിരിക്കണം. അങ്ങനെ ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇൻഫോർമൽ ലീഡർ. അപ്പോൾ ഇൻഫോർമൽ ലീഡർ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ് ഓർ ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കിംഗ് കണ്ടീഷൻസ്. ഒരു വർക്കർക്ക് അയാളുടെ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ അയാൾക്കൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ലീഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഇൻഫോർമൽ ലീഡർ ഫോർമലായിട്ട് കിട്ടിയിട്ടുള്ള പാർട്ടിനെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലീഡറിലൂടെ, അതായത് നമ്മൾക്കിടയിലുള്ള ഒരാൾ തന്നെ ഒരു ലീഡറായിട്ട് വരുമ്പോൾ അവർ നമ്മൾ കുറച്ചും കൂടി സജഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ ഓരോ വർക്കേഴ്സിനും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വളരെ പ്യുവർ മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂൾ മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫിഷ്യൻസി കൂടും, അതുപോലെ റിസൾട്ടും ഉണ്ടാവും, ഓർഗനൈസേഷൻ്റെ ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യും.
ആൻഡ് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് റിലേഷൻഷിപ്പിനെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ മാനേജ്മെന്റ് എല്ലായ്പ്പോഴും ട്രൈ ചെയ്യേണ്ടത് എന്തിനു വേണ്ടി ആയിരിക്കണം? ടു സെറ്റപ്പ് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് റിലേഷൻ. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇന്റർപേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനും അതുപോലെ ഒരു ഗ്രൂപ്പ് റിലേറ്റീവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് എല്ലായ്പ്പോഴും ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഈ എൽട്ടൺ മായോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൽട്ടൺ മായോ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇൻഡസ്ട്രിയൽ റിസർച്ചിലെ പ്രൊഫസർ ആയിരുന്നു. ദെൻ അമേരിക്കൻ മാനേജ്മെന്റ് തിങ്കർ ആണ്. ദെൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പീരിയഡിൽ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പൈനിയേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അവരെന്ത് ചെയ്തിരുന്നു? എഫിഷ്യൻസിക്കും പ്രൊഡക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹ്യൂമൻ ബീങ്സിനെ യൂട്ടിലൈസ് ചെയ്തു. ദെൻ ത്രൂ അത് എന്തിലേക്ക് ലീഡ് ചെയ്തു? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സിന്റെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഇവന്റ് മാത്രമായിട്ട് ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് മാത്രമായിട്ട് ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തു. അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ അത് കണ്ടെത്തിക്കൊണ്ട് പ്രൊഡക്ഷൻസിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി സമയം കണ്ടെത്തുന്നതിന് പകരം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂണിറ്റിന് വേണ്ടിയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു രീതി മാത്രമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചിക്കാഗോയിലുള്ള പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലെ 1927 to 32 പീരീഡിൽ എൽട്ടൺ മായോയും കുറച്ച് അസിസ്റ്റന്റും കൂടി എന്ത് ചെയ്തു? ഹോത്തോൺ എക്സ്പെരിമെന്റ് അഥവാ ഹോത്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു. ആ ഹോത്തോൺ സ്റ്റഡീസിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് വർക്കിംഗ് എൻവയോൺമെന്റ് സ്റ്റഡി ചെയ്യുക, ദെൻ ഫാറ്റിക് സ്റ്റഡി ചെയ്യുക, റസ്റ്റ് സ്റ്റഡി ചെയ്യുക, വർക്കിംഗ് അവേഴ്സ്, ഇങ്ങനെ പറയുന്ന ഓൾ ഫാക്ടറിനെയും സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് എല്ലാ ഇൻവോൾവ്മെന്റിലും വർക്കേഴ്സിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണം. ദെൻ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണം. മാനേജ്മെന്റ് ട്രൈ ചെയ്യേണ്ടത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആയിരിക്കണം എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ജോർജ് എൽട്ടൺ മായോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ദെൻ തേർഡ് മാനേജ്മെന്റ് തിങ്കർ ഡഗ്ലസ് മക്ഗ്രിഗോർ. അപ്പോൾ ഡഗ്ലസ് മക്ഗ്രിഗോർ സജസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റിലേഷനും അതുപോലെ മോട്ടിവേഷനുമാണ്. അതായത് ഒരു ഹ്യൂമൻ റിലേഷൻ ഉണ്ടാവണം, അതുപോലെ നല്ലൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ഉണ്ടാവണം എന്നുള്ളതാണ് മക്ഗ്രിഗോറിന്റെ കോൺട്രിബ്യൂഷൻസ്. ദെൻ ഹി വാസ് എ പ്രൊഫസർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിലൊരു പ്രൊഫസറാണ്. ദെൻ ഹി വാസ് ആൾസോ വെൽ നോൺ സൈക്കോളജിസ്റ്റ്. നല്ലൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ് ആര്? ഈ മക്ഗ്രിഗോർ. They contributed two theories. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിഫറൻഷിയേറ്റ് തിയറി ഓഫ് എക്സ് ഫ്രം തിയറി വൈ. അപ്പോൾ എങ്ങനെയാണ് തിയറി എക്സ് തിയറി വൈയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ളത്? 2 മാർക്സിന്റെ ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തിയറി എക്സും വൈയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഒരാളാണ്. ദെൻ തിയറി എക്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് തിയറി വൈ. അപ്പോൾ എന്താണ് തിയറി എക്സ്, അതുപോലെ എന്താണ് തിയറി വൈ? അപ്പോൾ ഈ രണ്ട് തിയറിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മക്ഗ്രിഗോർ ആണ്. ദെൻ തിയറി എക്സിന് പറയുന്നത് ട്രഡീഷണൽ ഓട്ടോക്രാറ്റിക് അപ്രോച്ച് ടു മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ഓട്ടോക്രാറ്റിക് അപ്രോച്ച്, പരമ്പരാഗതമായിട്ടുള്ള നേതൃത്വ പാഠവമാണ് എന്ത് ചെയ്യുന്നത്? ഈ തിയറി എക്സിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഇത് പഴയ കാലങ്ങളിൽ എന്താണോ ഉണ്ടായിരുന്നത്, ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേതൃത്വ പാഠം എന്തേനോ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തിയറി എക്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത്. എന്തിനാ? ടു മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക്.
ഓക്കെ, ദെൻ സെയിം ഇവന്റിന് വേണ്ടിയിട്ട് തിയറി വൈയിൽ മക്രിഗോർ എന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? ദ മോഡേൺ ഹ്യൂമാനിസ്റ്റിക് ആൻഡ് സജസ്റ്റീവ് അപ്രോച്ച് ടു മാനേജിങ് പീപ്പിൾ. ഇപ്പോൾ ഇവിടെ എന്താ? ഹ്യൂമൻ റിലേഷൻ ഉണ്ടാവണം. സജഷൻ കൊടുക്കുമ്പോൾ എന്താ? മോട്ടിവേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹ്യൂമൻ റിലേഷനും മോട്ടിവേഷനുമാണ് ഈ തിയറിയിലൂടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് തിയറിയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആര്? ഡഗ്ലസ് മക്രിഗോർ. അപ്പോൾ മക്രിഗോറിന്റെ കോൺട്രിബ്യൂഷൻസ് രണ്ട് തിയറിയാണ് ബേസിക് ആയിട്ട്. ഈ രണ്ട് തിയറിയിൽ എക്സിന് പറയുന്നത് ട്രഡീഷണൽ ഓട്ടോക്രാറ്റിക് അപ്രോച്ച് ആണ് വേണ്ടത്. ദെൻ തിയറി വൈയിൽ പറയുന്നു മോഡേൺ ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷനെയും മോട്ടിവേഷനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം പീപ്പിൾസിനെ മാനേജ് ചെയ്തു പോകുന്നത്. ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ബൈ ഡഗ്ലസ് മക്രിഗോറിന്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമാനിസ്റ്റിക് ആയിട്ടും അതുപോലെ സജസ്റ്റീവ് ആയിട്ടും. ഹ്യൂമാനിസ്റ്റിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ റിലേഷൻ, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സിനെ മാക്സിമം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഫാക്ട് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം മാനേജ് ചെയ്തു പോവേണ്ടത്. ദെൻ സജസ്റ്റീവ്, അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള മാക്സിമം മോട്ടിവേഷൻ ടെക്നിക്സ്. അത് ഫിനാൻഷ്യൽ ആവാം, നോൺ ഫിനാൻഷ്യൽ ആവാം. ഏത് രീതിയിലാണോ വേണ്ടത് അത് മാക്സിമം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുക? പീപ്പിൾസിനെ മാനേജ് ചെയ്ത് പോകേണ്ടത്. അതാണ് തിയറി എക്സും തിയറി വൈയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാക്ടിനൊക്കെ എന്നോ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇത് ട്രഡീഷണൽ ഓട്ടോക്രാറ്റിക് അപ്രോച്ചാണ്. ഇത് മോഡേൺ ആയിട്ടുള്ള ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് തിയറി വൈയിലൂടെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?